പ്രിയമുള്ളവരെ നമസ്കാരം. ആട്ടം കലാസമിതി ഒരു പോഡ്കാസ്റ്റ് സെക്ഷനുമായിട്ട് നിങ്ങളിലേക്ക് എത്തുകയാണ്. ആട്ടം കലാസമിതിയുടെ വിശേഷങ്ങളും അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് യൂട്യൂബിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആട്ടം കലാസമിതി ശ്രമിക്കുകയാണ്. ആദ്യ വീഡിയോ കഴിഞ്ഞ സീസണിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമസ്കാരം. 2025 2026 ആട്ടം കലാസമിതിയുടെ സീസൺ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ 2025-26 ആട്ടം കലാസമിതിയെ ക്ഷണിച്ച എല്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കും ഇവൻ്റ് ടീമിനും ആട്ടം കലാസമിതിയുടെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കഴിഞ്ഞ സീസണിൻ്റെ തുടക്കം തന്നെ മാജിക് മെഷറും എന്നൊരു ഫിലിം, അതായത് നമ്മുടെ നാദർഷിക ഡയറക്ഷൻ ചെയ്ത മാജിക് മെഷറും എന്ന സിനിമയിൽ ആട്ടം കലാസമിതിക്ക് ഒരു അവസരം കിട്ടി. അതിൽ ചിത്ര ചേച്ചി പാടിയ ഒരു പാട്ടിൽ ഋതം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ വിഷ്വലും നമ്മൾ ആട്ടം കലാസമിതിക്ക് ചെയ്യാനായിട്ടൊരു അവസരം കിട്ടി. അതിന് നമ്മളെ വിളിച്ച നാദർഷിക ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ ഋഷിയുടെ ചമയെന്ന് പറഞ്ഞ ഒരു മ്യൂസിക്കൽ വീഡിയോയ്ക്ക് കഴിഞ്ഞ വർഷം ചെയ്യാൻ പറ്റി. ചണ്ട പിന്നെ കഴിഞ്ഞ വർഷം ഓണത്തിന് ഏതുമൂട് എന്ന് പറഞ്ഞ സോങ് വിപിൻ അശോക് മ്യൂസിക് ചെയ്യുന്ന അത് അത്യാവശ്യം വൈറലായിരുന്നു. നല്ലൊരു സോങ് ആയിരുന്നു. അത് നല്ലൊരു മൈലേജ് കിട്ടി ടീമിന്. പിന്നെ കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ നടത്തിയ നാഷണൽ ഋതം ഫെസ്റ്റിവൽ എന്ന പ്രോഗ്രാമിലേക്ക് ശിങ്കാരിമേളത്തെ ക്ഷണിച്ചതിൽ അത് വലിയൊരു സന്തോഷം തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിലേക്ക് ആട്ടം കലാസമിതിനെ തിരഞ്ഞെടുത്തതിൽ അതിലും വലിയ സന്തോഷം. അതിന് ക്ഷണിച്ച മട്ടന്നൂർ ആശാനും അതുപോലെ തന്നെ കേരള സംഗീത നാടക അക്കാദമിക്കും ഒരുപാട് നന്ദി ഈ അവസരത്തിൽ ഒന്നും കൂടി പറയുകയാണ്. അതുപോലെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ ഡൽഹിയിൽ വെച്ച് കഴിഞ്ഞ വർഷം സൗത്ത് സൈഡ് സ്റ്റോറിയുടെ ഒരു പ്രോഗ്രാം. ഗംഭീര പ്രോഗ്രാമായിരുന്നു. കുറേ ബാൻഡുകൾ ഉണ്ടായിരുന്നു. തൈക്കുടം, പിന്നെ അത് വേണ്ട പിന്നെ അവയിലുണ്ടായിരുന്നു. അതെ, അങ്ങനെ ഇത്രയധികം ബാൻഡുകളുടെ കൂടെ നമുക്ക് ആട്ടം കലാസമിതിയുടെ ഒരു പെർഫോമൻസ്. അത് നിങ്ങൾ സത്യം പറഞ്ഞാൽ അവിടുത്തെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. ഡൽഹിയിൽ മലയാളികളുണ്ടാവും, പക്ഷേ വലിയ സപ്പോർട്ടായിരുന്നു. ഞങ്ങൾക്ക് വലിയൊരു അനുഭവമായിരുന്നു ആ പരിപാടി. ഗംഭീര സപ്പോർട്ടും വളരെ സന്തോഷമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു സൗത്ത് സൈഡ് സ്റ്റോറിയുടെ ഡൽഹി ബേഷ്. അടിപൊളി പരിപാടിയായിരുന്നു. അതുപോലെ നമ്മുടെ ബിനി ശ്രീനിവാസൻ്റെ ആളുടെ ഒരു പടം കരം, അതിൽ മ്യൂസിക് ഷാൻ റഹ്മാനായിരുന്നു. അതിൽ ചെണ്ട നമുക്ക് ചെയ്യാനായിട്ടൊരു ഭാഗ്യം ഉണ്ടായി. റെക്കോർഡിങ്ങിനൊക്കെ പോയിട്ട് വലിയൊരു അനുഭവമായിരുന്നു അത്. ഈ കഴിഞ്ഞ ഓണം മറക്കാനാവാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ നെടുമ്പാളിലൊരു വൃദ്ധസദനത്തിൽ നമ്മൾ അമ്മമാർക്കൊപ്പം അവിടുത്തെ അമ്മമാർക്ക് നമ്മൾ പോയി ഓണപ്പുടവയും അവരോടൊപ്പം ഓണസദ്യ കഴിച്ച് അവർക്ക് പാട്ട് പാടി കൊടുത്ത്, എന്താ പറയുക, വലിയൊരു സന്തോഷമായൊരു ദിവസമായിരുന്നു അന്ന്. അത് നല്ല രീതിയിൽ നമുക്ക് അവിടെ അവരോടൊപ്പം ഇടപഴകി പാട്ടുകളും കളികളൊക്കെ ആയിട്ട് നല്ലൊരു ദിവസം, മറക്കാനാവാത്തൊരു ഓണം നമുക്ക് ഈ കഴിഞ്ഞ ഓണത്തിന് പറ്റിയിട്ടുണ്ട്. ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ് നമ്മുടെ കോഴിക്കോട് വെച്ച് നടന്ന ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡിൽ ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ വലിയൊരു അച്ചീവ്മെൻ്റ് അല്ലെങ്കിൽ വലിയൊരു സന്തോഷമായിരുന്നു. തുടരും സിനിമയിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ജയക്സേട്ടനൊപ്പം നമ്മൾ ചെയ്തു. സാർ, എന്തൊക്കെയാണ് പരിപാടിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ? ഇന്നിപ്പം ആട്ടം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു പാട്ട് ലൈവായിട്ട് ചെയ്യാൻ പറ്റി. അതുപോലെ ആ ഒരു വർഷത്തെ വലിയൊരു ഹിറ്റായിരുന്നു കിളിയെ സോങ്. ആ ഒരു സോങ്ങും നമുക്ക് ഹരിശങ്കറിനൊപ്പം, അത് വലിയൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഒപ്പം ചെയ്യുന്നത്. എന്നിട്ട് ആളത് ഭയങ്കര സന്തോഷത്തോടെ നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാമിന് നമ്മൾ വിളിക്കുന്നുണ്ടായി, പക്ഷെ നമുക്ക് പോകാൻ പറ്റിയില്ല. എന്തൊരു വേറെ ഷോ വന്നു. അങ്ങനെ ഹരിശങ്കറിനായിട്ട് നമുക്ക് അങ്ങനെ ആ ഒരു പാട്ട് ലൈവായിട്ട് അവിടെ ചെയ്യാൻ പറ്റി. അത് വലിയൊരു സന്തോഷമായിരുന്നു. പിന്നെ നമ്മൾ ഈ ഓണത്തിന് തന്നെ രാജേഷ് ചേട്ടനായിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ ഈ സീസണിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ വ്യത്യസ്തമായ പ്രോഗ്രാം ബാംഗ്ലൂർ നമുക്ക് ഓണത്തിന്
രാജേഷേട്ടൻ്റെ കൂടെ നല്ല ഓഡിയൻസ്, അവിടുത്തെ കമ്മിറ്റിക്കാർക്ക് ഒരുപാട് നന്ദി. എന്താ പറയുക, അത്രയും നല്ലൊരു പ്രോഗ്രാം രാജേഷേട്ടനായിട്ട് ബാംഗ്ലൂർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കടൽ കടന്ന് നമ്മൾ വീണ്ടും ഒരു ദുബായിലേക്കൊരു പ്രോഗ്രാമിന് പോയി. വലിയൊരു സപ്പോർട്ട് തന്നെയായിരുന്നു. കാരണം നമ്മൾ മുന്നേ ദുബായിൽ കുറേ പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് കൂടുതൽ മലയാളികൾ വന്നിട്ടുള്ളൊരു ദുബായ് പൂരം വലിയൊരു പരിപാടിയായിരുന്നു. ഏറെ സന്തോഷം. നമ്മുടെ ജാസി ചേട്ടൻ്റെ ഒരു കോംബോ നമുക്ക് വലിയൊരു സന്തോഷമായിരുന്നു. ആ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. വലിയ സന്തോഷമായിരുന്നു. ആ പരിപാടി ഗംഭീര സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പ്രോഗ്രാമാണ് നമുക്ക് ഇപ്രാവശ്യം ഈ കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിന് വന്നത്. എന്താണെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് ഇത്രയും കൊല്ലങ്ങൾക്ക് എൻ്റെ ഓർമ്മയിലില്ല. ഇനിയിപ്പോൾ എന്താ നടന്നിട്ടുണ്ടോയെന്നും പറയാൻ പറ്റുന്നില്ല. തൃശ്ശൂർ പൂരത്തിന് ഒരു ബാൻഡ് പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഭവം മാറിപ്പോയി. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്ടം കലാസമിതിയും തേക്കിൻകാട് ബാൻഡും തൃശ്ശൂർ ബിനി ടൂറിസ്റ്റ് ഹോമിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് നൈറ്റ് നമുക്കൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഒരുപാട് ഓഡിയൻസ്, പ്രത്യേകിച്ച് അറിയാലോ തൃശ്ശൂർ പൂരത്തിന് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓഡിയൻസ് ഉണ്ടായി. അന്ന് നല്ല സപ്പോർട്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കഴിഞ്ഞാൽ പമ്പാ ഗണപതി എന്ന ഗാനം നല്ല രീതിയിൽ ഓഡിയൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്തു. എന്തായാലും ആ പ്രോഗ്രാം തന്ന ഓസ്കാറിൻ്റെ ജനീഷ്കയ്ക്ക് ഒരുപാട് താങ്ക്സ്. അത്രയും നല്ല പ്രോഗ്രാമുകളന്ന് അവിടെ തൃശ്ശൂർ പൂരത്തിന് ചെയ്യാൻ പറ്റില്ല. അതിന് വലിയൊരു സന്തോഷം. ജനീഷ്ക, ഒരുപാട് നന്ദി. സ്റ്റീഫൻ ദേവസിയായിട്ട് സാറായിട്ട് നമ്മൾ കുറേ ഷോകൾ ചെയ്തു. പുറ്റിങ്ങിൽ ഒരു ഗംഭീര ഷോ, അവിടെ നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. ഗംഭീര സപ്പോർട്ടായിരുന്നു പുറ്റിങ്ങിൽ. അതുപോലെ അതിൽ വലിയൊരു ഭാഗ്യം നമ്മൾ അയർലൻഡിൽ പോയി. അടിപൊളിയായിരുന്നു. ഗംഭീര പരിപാടിയായിരുന്നു. കാരണം നമ്മൾ ഇത്രയും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത് ശരിക്കും പറഞ്ഞ ഒരു വിദേശ രാജ്യത്ത് എത്തിയ പോലെയായിരുന്നു. 3 ദിവസം ഉണ്ടായിരുന്നു. 3 ദിവസം ഷോ ഉണ്ടായിരുന്നു. 4 ദിവസം അങ്ങനെ കറക്കൊക്കെ ആയിട്ട് വലിയൊരു അനുഭവമായിരുന്നു ആ ഷോ. UK ബെൽഫാസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്നു, ഡബ്ലിൻ, അതുപോലെ ഗൽവേ. അങ്ങനെ 3 സ്ഥലത്ത് നമ്മൾ പ്രോഗ്രാം ചെയ്തു. അവിടുത്തെ മലയാളികൾക്ക്, കാരണം അവിടെ ചെണ്ട ചെയ്യാന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമായിരുന്നു. അങ്ങനെ അതെ 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 അതെ. പാലക്കാട് ഏലപ്പുള്ളി ഫെസ്റ്റിലേക്ക് നമ്മളെ പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചത് പ്രകാശ് ഉള്ളേരിയാട്ടനാണ്, കീബോർഡിസ്റ്റ് പ്രകാശ് ഉള്ളേരിയാട്ടനാണ്. പുള്ളിയുടെ ബാൻഡിലേക്ക് ആണ് വിളിച്ചത് ആട്ടം കലാസമിതിനെ പെർഫോം ചെയ്യാനായിട്ട്. അവിടെ ചെന്നപ്പോൾ മട്ടന്നൂർ ആശാൻ, അതുപോലെ നല്ല നല്ല ആർട്ടിസ്റ്റുകളാണ് ബാൻഡിൽ പെർഫോം ചെയ്യാൻ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു അവസരം തന്ന പ്രകാശ് ഉള്ളേരിയാട്ടന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ മട്ടന്നൂർ ആശാൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്യാൻ പറ്റി ആട്ടം കലാസമിതിക്ക്. അത് വലിയൊരു ഭാഗ്യമാണ്. നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു ചെണ്ട വെച്ചിട്ട് നമ്മളൊരു ഇൻസ്ട്രുമെന്റ്സ് ഫ്യൂഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു, നമ്മളെന്നല്ല അങ്ങനെ മുന്നേ ചെയ്തിട്ടുള്ളതായിട്ട് ഒരു വീഡിയോസോ ഒന്നും വരാത്ത ഒരു സമയത്ത് നമ്മൾ അതിനൊരു തുടക്കം കുറിക്കുകയാണ്. ചെണ്ട ഇൻസ്ട്രുമെന്റ്സ് അത് ആ ഒരു വേദി നമുക്ക് ധന്യമാക്കിയത് നമ്മൾ മട്ടന്നൂർ ആശാൻ. ആ ആശാൻ തുടക്കം, അങ്ങനെ തന്നെ പറയാം, മട്ടന്നൂർ ആശാൻ തുടക്കം കുറിച്ച, അല്ലെങ്കിൽ ആള് അനുഗ്രഹിച്ച് നമുക്ക് ആ ഒരു വേദി ധന്യമാക്കി. ഗുരുപ്രണാമം പൊങ്ങുന്നത്ത് വെച്ച് ആ ഒരു വേദി കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കുറേ ടീമുകൾ വന്നു, കുറേ ആളുകൾ അത് ചെയ്തു. എങ്കിലും അതൊക്കെ വലിയൊരു സന്തോഷമാണ്. കാരണം അതിൻ്റെയൊക്കെ ഒരു വിജയമാണ് അത് കണക്കാക്കുന്നത്. അത് കഴിഞ്ഞ് ആശാനുമായിട്ട് നമുക്കൊരു വേദി പങ്കിടാൻ പറ്റി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. അത് ആ വേദിയിൽ വെച്ചിട്ട് അത് ആശാൻ അത് പറയും ചെയ്തു. ആശാൻ ഭയങ്കര സന്തോഷം. ആളത് പ്രത്യേകിച്ച് പറയും ചെയ്തു, ആ ഒരു തുടക്കം കുറിച്ചത് ഇക്കാലം വരെ നിങ്ങളതിനെ വേറിട്ട തലങ്ങളിലേക്ക് കൊണ്ടുവന്ന് നമുക്കൊരു വേദി പങ്കിടാൻ പറ്റി. അത് വളരെ, ആ വാക്കുകൾ ഭയങ്കര സന്തോഷമായിരുന്നു, മറക്കാൻ പറ്റില്ല. അതെ അതെ. ബാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒപ്പം എന്നല്ല, 2 കൂട്ടർ ഒരുമിച്ച് എന്ന രീതിയിൽ തന്നെ ആട്ടം കലാസമിതി വിത്ത് തേക്കിൻകാട് മ്യൂസിക് ബാൻഡ്, നമ്മുടെ തൃശ്ശൂർ തന്നെ തേക്കിൻകാട് മ്യൂസിക് ബാൻഡ് ആട്ടം കലാസമിതി കൂടി ഒരുമിച്ചാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് നല്ല പ്രോഗ്രാമുകൾ നമുക്ക് കേരളത്തിനകത്തും അതുപോലെ സ്വദേശത്തും ആയാലും വിദേശത്തായാലും ഒരുപാട് നല്ല പ്രോഗ്രാമുകൾ ആട്ടം കലാസമിതിക്കും തേക്കിൻകാട് ബാൻഡിനും ചെയ്യാൻ പറ്റി. നല്ല സപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല സപ്പോർട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരുപാട് നല്ല പരിപാടി ചെയ്യാൻ പറ്റട്ടെ. ഫൈസലെ
പൊളിക്കണം നമുക്ക്. പൈസയിൽ ഒരുപാട് നന്ദി. തേക്കിൻകാട് ബാൻഡിലെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരുപാട് നന്ദി. ആട്ടം കലാസമിതിയുടെ പടക്കണം നമുക്ക് അടുത്ത ദിവസം. പുതിയ സീസൺ 2026, 2027 സീസൺ ബുക്കിംഗ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ജൂൺ 7-ാം തീയതി തുടങ്ങി കഴിഞ്ഞു. കുറച്ചധികം പരിപാടികൾ നമുക്ക് ബുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഡേറ്റുകളും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡേറ്റുകളൊക്കെ കൺഫേം ആയവർ വിളിച്ചിട്ട് നിങ്ങളുടെ ഡേറ്റുകളൊക്കെ ബുക്ക് ചെയ്യുക. നമ്മൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഈ അവസരത്തിൽ പറയാണ്. 2025, 2026 സീസണിലേക്ക് ആട്ടം കലാസമിതി ക്ഷണിച്ച എല്ലാ കമ്മിറ്റിക്കാർക്കും അതുപോലെ ഇവൻ്റ് ടീമിനും ആട്ടം കലാസമിതിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മുടെ ആട്ടത്തിൻ്റെ ഫാൻസ് ഗ്രൂപ്പായ VR പച്ചയ്ക്കും ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും ഞങ്ങളെ എല്ലായ്പ്പോഴും സപ്പോർട്ട് ചെയ്ത പോലെ സപ്പോർട്ട് ചെയ്യാൻ പ്രാവശ്യം കുറച്ച് പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞങ്ങൾ ഇറങ്ങണത്. കുറച്ച് നല്ല സാധനങ്ങൾ, കുറച്ച് പ്ലാനുകളുണ്ട്. ഞങ്ങൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നല്ല നല്ല സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും കട്ടച്ചിരിക്കും പൊടിക്കും സെറ്റാകും.